السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يلونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم ولا تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. أنتم أولئك تحبونهم ولا يحبونكم. أنتم أولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله وإذا لقوكم قالوا آمنا وإذا خلوا غضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. 118, 119, 120 കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് തിരിയും. ഈ ആയത്തുകൾ ഒരു ചെറിയൊരു എൻഡാണ് കേട്ടോ. പറഞ്ഞോളി, നിങ്ങൾ പഠിച്ചു വരാമെന്ന് പറഞ്ഞാൽ പഠിച്ചു വരാം. വാക്കർത്ഥം നമുക്ക് പറയാം, വലിയൊരു പ്രയാസമില്ലാത്ത ഒരു കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, ബിത്വാനത്തൻ, ഉള്ളുകള്ളികൾ അറിയുന്നവരായി, രഹസ്യം അറിയുന്നവർ. ആ പദം എന്താന്ന് വെച്ചാല്, നമ്മുടെ കട്ടിയുള്ള കുപ്പായത്തിന്റെ അടിയിൽ ഒരു നേരിയതുണ്ട്. വല്ലാണ്ട് നേരിയന്റെ അടിയിൽ ലൈനിങ് വെക്കലുണ്ട്. ഇതല്ല. പിന്നെ ഈ കമ്പിളി പൊതുക്കുമാരൊക്കെ കോട്ടുമാരൊക്കെ ഉള്ളതിന്റെ ഉള്ളിലുണ്ടാവില്ല ഒരു ലെയർ. കാരണം ആ പരുക്കൻ നമ്മുടെ ശരീരത്തിൽ തട്ടി പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി ഒരു നേർന്നൊരു സാധനമുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ അതും നമ്മളും അതിൻ്റെ ഇടയിൽ വേറൊന്നുമില്ല. അതാണ് ഉള്ളുകള്ളി എന്ന് പറയും. പുറംകള്ളി അല്ല, ഉള്ളുകള്ളി. പുറമുള്ള ആർക്കും കാണാം. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇട്ടൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കൂലല്ലോ. ഉള്ളുകള്ളി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ബിത്വാന.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും. അപ്പോൾ നിങ്ങളിൽ പെട്ടവരല്ലാത്ത അവർക്ക് നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയിക്കരുത്. ഏതാ എന്ത്? അതെ അതാണ് അകമ്പടി. അത്തഖദൂ നിങ്ങൾ സ്വീകരിക്കരുത്. എന്താക്കിയിട്ട്? ബിത്താനത്തായിട്ട് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ അറിയുന്നവരായി നിങ്ങൾ സ്വീകരിക്കരുത്. മിൻ ദൂനിക്കും നിങ്ങളിൽപ്പെട്ടവരല്ലാത്തവരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിൽപ്പെട്ടവരല്ലാത്തവരെ നിങ്ങൾ അറിയിക്കരുത്. എല്ലാം അറിയുന്നവരായി നിങ്ങളെ പുറത്തുള്ളവരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടും തന്നെ. ലാ യഅലൂനകും ഖബാല നിങ്ങൾക്ക് എന്താണ് വീഴ്ച വരുത്തുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. നിങ്ങൾക്ക് വിപത്ത് വരുത്തുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. വദ്ദൂ അവർ ഇഷ്ടപ്പെട്ടു മാ അനിത്തും നിങ്ങൾ പ്രയാസപ്പെടുന്നു. ഖദ് ബദത് വെളിവായിരിക്കുന്നു അൽ ബഗ്ദാ കോപം മിൻ അഫ്വാഹിഹിം അവരുടെ വായകളിൽ നിന്ന്. തുഖ്ഫി ഒളിച്ചു വെക്കുന്നത് സുദൂറുഹും അവരുടെ നെഞ്ചുകളിൽ ഹൃദയങ്ങളിൽ അക്ബർ കൂടുതൽ ഭീകരമാണ്. നിങ്ങളോടുള്ള ദേഷ്യം അവരുടെ വായ കൊണ്ട് തന്നെ വെളിച്ചത്തായിട്ടുണ്ട്. പക്ഷെ വെളിച്ചത്താവാത്തത് അതിനേക്കാളും കൂടുതലാണ്. അത് ബയ്യന്ന നാം വിവരിച്ചു തന്നിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് അൽ ആയാത്ത് തെളിവുകൾ ഇൻ കുൻതും തഅഖിലൂൻ നിങ്ങൾ ആലോചിച്ചറിയുന്നവരാണെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ. എന്താണ് എന്റെ വാക്കർത്ഥം? 119 ഹാ അൻതും. ഹാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ക്ഷണിക്കലാണ്. അൻതും നിങ്ങൾ, നോക്കൂ നിങ്ങൾ. ഉലാഇ തുഹിബ്ബൂനഹും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. വലാ യുഹിബ്ബൂനകും എന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. വതുക്മിനൂന നിങ്ങൾ വിശ്വസിക്കുന്നു. ബിൽ കിതാബി കുല്ലി എല്ലാ വേദങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നു. വഇദാ ലഖൂകും അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഖാലൂ അവർ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ പിന്നെ അവർ പിന്തിരിഞ്ഞു പോയാലോ അള്ളൂ അവർ കടിക്കുന്നു അലൈക്കും നിങ്ങളോട് ഉള്ള അരിശം കൊണ്ട് അൽ അനാമില വിരലുകൾ മിനൽ ഗൈർ കോപം കാരണം. അവരവരെ വിരലെന്നെ കടിച്ച് ദേഷ്യം കൊണ്ട് അക്കടി പറ്റിപ്പോയി എന്നുള്ള കടിക്കലല്ല, അത് വിരല് കടിക്കലുണ്ട്. അയ്യടാന്ന് പറയുന്ന അതല്ല, ഇത് ദേഷ്യം പിടിച്ചിട്ട് കടിക്കുക. പറയുക മൂത്തു മൂത്തു എന്താ മൂത്തു മൂത്തു മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മരണം. മൂത്തു എന്ന് പറയുമ്പോ താങ്കളുടെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞാല് അതിനൊരു ഊക്ക് കിട്ടൂല. അപ്പൊ മൂത്തു നിങ്ങൾ മരിച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞാല് എന്തോ ഒരു അനുകമ്പുള്ള പോലെയാ തോന്നാ. അതൊരു വീര്യം കുറഞ്ഞ
പോയി ചത്തോളിയിടെന്നറിയും. അങ്ങനെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിദ്വേഷവും കോപവും വെറുപ്പും കൊണ്ട് നിങ്ങൾ അങ്ങ് നശിച്ചു പോവുക എന്നല്ലാതെ നമ്മളെന്താവൂല, ഈ നന്മകൾ ഒഴിവാക്കുകയുമില്ല, നിങ്ങളെപ്പോലെ ആവുകയുമില്ല. നിങ്ങൾ പോയിട്ട് നിങ്ങളത് കൊണ്ട് മരിച്ചോളി. ബിഅയ്ദിക്കും, നിങ്ങളുടെ വിദ്വേഷവുമായി നിങ്ങൾ മരിച്ചുകൊള്ളുക. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, നിശ്ചയമായിട്ടും അല്ലാഹു മനസ്സിലുള്ളതൊക്കെ അറിയുന്നവനാണ്. വാക്കർത്ഥം മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, മറ്റെങ്ങളാണല്ലോ പറയാ. ഇൻ തംസസ്കും, നിങ്ങളെ സ്പർശിച്ചാൽ, ഹസനത്തുൻ, എന്തെങ്കിലും നന്മ നിങ്ങളെ സ്പർശിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ, തുസ്ഉഹും, അതവർക്ക് മനപ്രയാസം ഉണ്ടാക്കും. വഇൻ തുസിബുക്കും, ഇനി നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ സയ്യ, വല്ല തിന്മയും നിങ്ങൾക്കുണ്ടായാൽ, ദോഷമുണ്ടായാൽ, യഫ്റഹൂ, അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ബിഹാ, അതിൽ. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുകയാണെങ്കിൽ, ലാ യദുറുക്കും, നിങ്ങൾക്ക് ദ്രോഹം വരുത്തുകയില്ല, കൈദുഹും, അവരുടെ കുതന്ത്രം, ഷൈഅൻ, ഒട്ടും. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, നിശ്ചയമായിട്ടും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇതാണ് 118, 119, 120. പറയും, നിങ്ങൾ വായിച്ചിട്ട് എന്താ മനസ്സിലായത്? അവർക്ക് മാത്രം ബാധകമല്ല, അത് പൊതുസമൂഹത്തിനും കൂടി ബാധകമാണ്. അമാനി മൗലവി നല്ല സ്റ്റുഡൻ്റ് ആയാലും നല്ല ടീച്ചർ ആവാനാവും, അനുയായി ആയാലേ നേതാവാനാവുള്ളൂ, അല്ലേ? അനുസരിച്ചാലേ കൽപ്പിക്കാനാവുള്ളൂ എന്നൊക്കെ മാഷൊക്കെ അറിയാം. അതുകൊണ്ട് മാഷ് വായിച്ചു നോക്കി, വേറെ ആരും വായിച്ചു നോക്കി, വായിച്ചു നോക്കിയൊന്ന് കൈയൊന്നിക്ക്. 1, 2, 3, 4, 5, 6 മൻസൂർക്കാർ പകുതി കൈയൊന്നിച്ച്, കുറച്ച് ഒന്നിച്ച്. അപ്പോ ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്. വായിക്കാത്തവരെ പറ്റിയാ പറയണേ, വായിച്ച ആൾക്കാരെ പറ്റില്ല, വായിക്കാത്തവര് വായിക്കണം. യെസ് യെസ്. അത് നമുക്ക് പറയാം, അത് പറയാം. ഓക്കെ. എന്താ മനസ്സിലായത്? അപ്പൊ എല്ലാരും വായിക്കണം കേട്ടോ. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വളഞ്ഞു പോകരുത്. ഓക്കെ. വായന എൻ്റെ കഴിഞ്ഞ ഇന്നലല്ല, ഈ വെള്ളിയല്ല, അതിന്റെ മുമ്പത്തെ ആഴ്ചത്തെ ഖുത്ബുണ്ട്, വായന എന്നാണ്. വായനാ ദിനത്തിൽ നടത്തിയൊരു ഖുത്ബുണ്ട്, ആരെയും വേണേ കേട്ടുള്ളൂ. യൂട്യൂബിലുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനാ, യൂട്യൂബിലിടും. വായന
ഓക്കെ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, പിന്നെ ഇതിന്റെ ഒരു പശ്ചാത്തലം മാഷ് പറഞ്ഞ പോലെ മദീനയില് നിങ്ങൾ എന്താ പ്രത്യേകിച്ച് പറയണ്ട, ഇവര് പറയാത്ത എന്തോ ഒരു പോയിന്റ്. അല്ല, സെക്രട്ടറിക്ക് എന്താ പറയണ്ടായിരിക്കും. അതായത് മദീനയില് ഔസ് ഖസ്റജ് 2 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ടത് വേറെ ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ തമ്മിലാണ് അടി, പ്രബല വിഭാഗമാണ്. പിന്നുണ്ടായിരുന്നത് മദീനയിലേക്ക് പുറത്തുനിന്ന് വന്ന യഹൂദികളാണ്. അവർ മദീനക്കാരല്ല, ശരിക്കും വേറെ നാട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ വന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, അവർ അറബികളല്ല എന്നർത്ഥം. അവർ രണ്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുമായിട്ട് പലപ്പോഴായിട്ട് ഈ യഹൂദി വിഭാഗക്കാര് പലതരത്തിലുള്ള സന്ധിയിലും ഏർപ്പെടും. അതെന്തിനാന്ന് വെച്ചാൽ അവരുടേതായ സംഗതികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സന്ധിയിൽ ഏർപ്പെടുന്നത്. അല്ലാണ്ട് ഇവരോടെന്തോ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവരുടേതായ ആവശ്യങ്ങളും സംഗതികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അറബികളുടെ ഒരു പൊതു സ്വഭാവം എന്താന്ന് ചോദിച്ചാല്, അവര് ഒരാളെ സ്നേഹിച്ചാല് അങ്ങേയറ്റങ്ങ് സ്നേഹിക്കും. അപ്പൊ അത് വിശ്വാസികളും അങ്ങനെ തന്നെയാണ്, വിശ്വാസികളായ അറബികളും അങ്ങനെയാണ്, എല്ലാത്തവരും അങ്ങനെയാണ്, വല്ലാണ്ട് സ്നേഹിക്കും. അത് ചൂഷണം ചെയ്ത് നമ്മളെ ആൾക്കാർ വന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്നല്ല, നമ്മളെ നാട്ടിലുണ്ട്. എന്താ പറയാ, കാരണം എന്താന്ന് വെച്ചാൽ അത് അവരുടെ ഒരു പ്രത്യേകതയാണ്, അത് അവരുടെ ഒരു രക്തത്തിലുള്ളൊരു സാധനമാണ്. പക്ഷെ ഇത് ചൂഷണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരോടും പാലിക്കേണ്ടുന്ന സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ അത് അപകടമാണ്, അല്ലേ? ഇപ്പൊ എൻ്റെ മോളുടെ ഒരു ബന്ധുക്കാരന് മക്കത്ത് ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ഇപ്പൊ പ്രാവശ്യം ഞാൻ പോയപ്പോഴും കണ്ടില്ല, ഞാൻ പോകുമ്പോഴൊക്കെ കാണുവാണ്. അപ്പൊ ഓനെ കാണാൻ വന്നപ്പോ ഓന് വർത്താനത്തിലുണ്ടായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ സംഗതി കാണിച്ചു തന്നാ 29,000 റിയാലിന്റെ ഒരു ബില്ല് പറയുന്നത്. കുട വാങ്ങിയതാണ്. എത്ര രൂപയ്ക്ക്? 29,000 റിയാലിന് കുട വാങ്ങി. വലിയ ഒരു സംഖ്യ. അതായത് അവിടെ ഓന്റെ ഹോട്ടലിൽ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉംറക്ക് വരുന്ന ഒരു അറബിയുണ്ട്. മൂപ്പര് പിന്നെ പറഞ്ഞതാണ് കുട വാങ്ങാൻ. ഒരു കുട അല്ല, 1000 കുട. എന്തിനാന്ന് വെച്ചാല് കൊടുക്കാൻ, ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുക. അതിന് വരുന്ന ആൾക്കാർ അവിടുത്തെ വെയിലല്ലേ, ചൂടല്ലേ. പക്ഷെ കുട വാങ്ങിയതല്ല സംഭവം, അയാളുടെ ATM കാർഡ് ഇവന്റെ പേഴ്സിലാണ്. അയാളുടെ ATM കാർഡ് ഇവന്റെ പേഴ്സിലാണ്, ഇവന് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പാസ്വേഡും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അയാൾ പറയും ഓരോന്ന് വാങ്ങിക്കോളാൻ. അപ്പൊ ഇങ്ങനെ വാങ്ങാം, എന്നിട്ടോ അങ്ങ് കൊടുത്താല് അങ്ങനെ കൊടുക്കുക. അപ്പൊ 29,000 റിയാൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഖ്യയല്ലേ. അപ്പൊ അതിന്റെ അത് വാങ്ങി വരുന്ന വഴിക്കായതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നുള്ളൂ, ഇങ്ങനെ ഉണ്ട്. അപ്പൊ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവനെ അയാൾ വിശ്വസിക്കുന്നത് എത്രത്തോളാണ്. കാർഡ് കൊടുക്കുന്നു, പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് ഇത്ര ഉറുപ്പ്യക്ക് സാധനം വാങ്ങിക്കോളൂ എന്ന് പറയുന്നു, അത് വിതരണം ചെയ്തോളാനും പറയുന്നു. അങ്ങനെയാണ് അവർ ചെയ്യുക. ഒരു അങ്ങ് വിശ്വസിച്ച്. ഇനി അവർക്ക് തിരിച്ചു തോന്നിയെന്ന് വിചാരിക്കുക, എന്നെ അയാൾ പറ്റിച്ചു എന്ന് തോന്നി വിചാരിച്ചു. നേരെ തിരിച്ച് ഗൾഫിൽ പോയാൽക്കൊക്കെ അറിയാം,
ആദ്യം ഒരു തലയിലെ വട്ടൂരി തല്ലും, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അത് അവരുടെ ഒരു പ്രകൃത. അപ്പൊ ഈ ആടിയൊക്കെ അവയകൾ അപ്പൊ ഈ ഒരു കാലത്ത് പോലും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ അതിന്റെ അർത്ഥം. അപ്പൊ ആ കാലത്ത് ഇതിന്റെ ഒക്കെ ഒരു കുറച്ചും കൂടി ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാരായ അറബികൾ ജൂതന്മാരുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുമ്പോ അറബികൾ അവരെ ഒരു സ്വന്തം കുടുംബമായിട്ടാണ് കാണുന്നത്. നമ്മൾ തമ്മിൽ പിന്നെ സന്ധിയിലാണല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ തമ്മിൽ വല്ലാത്ത ഒരു കുടുംബ ബന്ധം പോലെ ഒരു ഭയങ്കര സംഗതി. അതാണ് നേരത്തെ പറഞ്ഞ വിദ്വാൻ. അതായത് അതിൻ്റെയും നമ്മുടെയും ഇടയിൽ മറ്റൊന്നില്ലാത്ത വിധം അത്രയും അടുത്ത് നമ്മളെ ഇന്നർവെയർ എത്രത്തോളം നമ്മളെ കൂടെ അടുത്തൊട്ടി നിൽക്കുന്നു അതുപോലെ ആണ് അവർ കാണുക. എന്നാൽ മറ്റൊരു കാണുന്നത് എങ്ങനെയാണ്? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരിങ്ങോട്ട് ആ ഒരു സ്നേഹമല്ല പ്രകടിപ്പിക്കുന്നത്. അവരിതിനെ എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നാണ്. കാരണം അവരുടെ ഒരു സ്റ്റൈൽ വേറെയാണ്. അപ്പൊ ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലായിരിക്കെ ജൂതന്മാരുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടതിനാൽ ഇവര് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും അവരാ പഴയ ബന്ധം പലരും തുടർന്നു. ഏത് ബന്ധം? പഴയ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം തുടർന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്ന രീതി. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാല് ഇവരുടെ മനസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. അവരുടെ മനസ്സിൽ എന്തില്ല? അങ്ങോട്ടൊന്നും വിട്ടു കൊടുക്കൊന്നുമില്ല, ഇങ്ങോട്ടല്ല. അതിനെയാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളിൽ പെട്ടവരെ അല്ലാതെ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കരുത്. ഇതിന്റെ അർത്ഥം സൗഹൃദം പാടില്ല എന്നല്ല. സൗഹൃദത്തിന് ഇസ്ലാമിൽ ഒരൊറ്റ മാനദണ്ഡമുള്ളൂ. ജാതി, മതം, ഭാഷ, വേഷം ഇതൊന്നും സൗഹൃദത്തിന്റെ മാനദണ്ഡമല്ല. സൗഹൃദത്തിന്റെ മാനദണ്ഡം നന്മയുള്ള മനുഷ്യനാവുക. പൈശാചികതയുള്ള മനുഷ്യനോട് സൗഹൃദപ്പെടാൻ പറ്റൂല. നന്മയുള്ള മനുഷ്യൻ ആരായാലും എന്താണ്, അവനോട് ഫ്രണ്ട്ലിയാണ്, സൗഹൃദപ്പെടാൻ. ഇല്ല, കഴിയൂല. അത് നിങ്ങൾ വിചാരിച്ചതിന് അപ്പുറത്തുള്ള ചീത്തയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചതിനൊന്നും നമ്മൾ ചീത്തയായിട്ട് കൂട്ടിയിട്ടില്ല. അതൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മ അയാളെത്തില്ലെങ്കിലും അയാൾ എന്തല്ല, ഇപ്പൊ പുതിയ ഭാഷ പറഞ്ഞ ഒരു ഫാസിസ്റ്റ് അല്ല. ഞാനല്ലാത്തതെല്ലാം തകർന്നു കാണണം എന്ന ഒരാളോട് നിങ്ങൾക്ക് സൗഹൃദപ്പെടാൻ കഴിയില്ല. അങ്ങനെ സൗഹൃദപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ മാനവികതക്കും നിങ്ങളുടെ മൂല്യബോധത്തിനൊന്നും പിന്നെ വില ഉണ്ടാവും. അങ്ങനുണ്ട്. അദ്ദേഹം നല്ല മൂല്യമുള്ള മനുഷ്യനായിരുന്നു. അത് തമ്മിൽ ചെറിയ വ്യത്യാസം. അപ്പോ പിന്നെ സൗഹൃദം എന്ന് പറയുന്നത് ശരിക്ക് ഉമ്മ, ഉപ്പ, ഭാര്യ, മക്കള്, കുടുംബക്കാര് ഇവരോടൊക്കെയുള്ള ബന്ധമാണല്ലോ വലിയ ബന്ധം. പക്ഷെ അവരോടുള്ള ബന്ധം പോലും വലിയ ബന്ധമാകുന്നത് അവരോട് സൗഹൃദം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാ ഉപ്പ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോഴാണ് നല്ല ഉപ്പാണ്. ഉപ്പായതുകൊണ്ടല്ല, ഉപ്പ ഫ്രണ്ട്ലിയാണ്, അല്ലേ? നമ്മൾ പറയാറില്ലേ, സ്ത്രീ സൗഹൃദ ഇടങ്ങൾ ഉണ്ടാകണം. ബസ്സിൽ ഫ്രീ കൊടുത്താൽ മാത്രം പോരാ. നമ്മളെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തായിരിക്കണം? വുമൺസ് ഫ്രണ്ട്ലി ആവണം, ശിശു സൗഹൃദമാകണം, നമ്മളെ പള്ളികൾ ഭിന്നശേഷി സൗഹൃദമാകണം എന്നൊക്കെ പറയും. അപ്പൊ എന്താ അവിടെയൊക്കെ ഫ്രണ്ട്ലി എന്ന് പറയുന്നതും സൗഹൃദം എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് എന്താണ്, അതാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ ഭാര്യ ഭർത്താവ് ഫ്രണ്ട്ലി അല്ല എന്ന് വിചാരിക്കുകയാണ്. ഭാര്യ ഭർത്താവായിട്ട് കാര്യമൊന്നുമില്ല. എന്ത് കാര്യം?
ഇപ്പൊ ഫ്രണ്ട്ലി ആവുക എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ മേലുള്ള ഒരു സാധനമാണ് സൗഹൃദം. അതിന് ഇസ്ലാമിൽ ജാതി, മതം, വർഗം, ഭാഷ, വേഷം, ദേശം ഇതൊന്നും തടസ്സമല്ല. ലിംഗവ്യത്യാസം പ്രശ്നമല്ല. സൗഹൃദപ്പെടാതെ സ്ത്രീ പുരുഷ സൗഹൃദം ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമല്ല. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം സഹായികളും ആത്മമിത്രങ്ങളുമാകുന്നു, വലിയുകളാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അല്ലാതെ ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓർത്താണ് ഈ അതിരിന്റെ പ്രശ്നം വരുന്നത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് കെട്ടിപ്പിടിച്ചൂടലാണോ ചുംബിക്കലാണോ? അപ്പോഴാണല്ലോ ഈ അതിരിന്റെ പ്രശ്നം വരുന്നത്. അല്ല, അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണല്ലോ ചുംബന സമരം നടന്നത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ചുംബിക്കലാണ് എന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ പ്രശ്നം. അപ്പോ ഹസ്തദാനം ചെയ്യേണ്ടവർ ആര്? അതിനൊരു നിയമം വേറുണ്ട്. ഹസ്തദാനം ചെയ്യേണ്ടവർ ആര്? അതിന് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങിയപ്പോൾ പുരുഷന്മാർക്കാണ് കൈ കൊടുത്തത്, സ്ത്രീകൾക്ക് കൈ കൊടുക്കാതെയാണ് ബൈഅത്ത് വാങ്ങിയത്. അപ്പൊ റസൂലുള്ളാഹിയായിട്ട് സ്വഹാബി വനിതകൾക്ക് നല്ല സൗഹൃദമായിരുന്നു എന്നത് ശരി. പക്ഷെ ആ സൗഹൃദം പ്രകടിപ്പിക്കേണ്ട രീതി പുരുഷന്മാരുടേതും സ്ത്രീകളുടേതും ഒരുപോലെയല്ല. ഇനി പുരുഷന്മാരും സ്ത്രീകളും തമ്മിലാവുമ്പോഴാണ് ആ പ്രശ്നം. സ്ത്രീകളും തമ്മിലാവുമ്പോൾ അത് വേറെ നിയമമാണ്, പുരുഷനാകുമ്പോൾ വേറെ നിയമമാണ്. അപ്പൊ സൗഹൃദം എന്നത് ഉണ്ടാവണം. അത് പ്രകടിപ്പിക്കേണ്ട രീതികൾ ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. അങ്ങനെയാണ് മനുഷ്യരിൽ ഏത് വിഭാഗക്കാരോടും സൗഹൃദമാകാം. സേവനമോ എന്തായാലും ആവാം. കാരണം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയി മദീനയിൽ എത്തിയതിന്റെ ശേഷമാണ് മക്കയിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സാധനം കൊടുത്തയച്ചേ ആയിരിക്കും. അവിടെ ഉള്ളവരാരായിരിക്കും? ബദറിൽ പിടിക്കപ്പെട്ട തടവുകാർ. ഓലൊരു വെറും ജാഹിലിയങ്ങൾ മാത്രമല്ല, ഓല് കൊല്ലാൻ വന്നോലാണ്. ബദറിൽ വന്നത് എന്തിനാ? എല്ലാത്തിനും ഒന്നല്ലല്ലോ. ഓല് കൊല്ലാൻ വന്നത് ആരെ? നബിയും സ്വഹാബത്തിനും കൊല്ലാൻ വന്ന കൂട്ടരാണ്. പക്ഷേ അവരിൽ നിന്നും തടവിലാക്കപ്പെട്ട ആളുകൾ പിന്നീട് പറയുന്നുണ്ട്, അള്ളാഹു മുസ്ലിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ഭക്ഷണ കാര്യത്തിലും വിശ്രമ കാര്യത്തിലും ഉള്ളതിനേക്കാൾ പരിഗണന അവർ ഞങ്ങളെ ഭക്ഷണത്തിലും വിശ്രമത്തിലും തന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ അവരോട് സേവനം ചെയ്യുന്നതിന് ഇസ്ലാമിന് വിരോധമില്ല. അതാണ്. അപ്പോൾ ഏറ്റുവാങ്ങാൻ ആരുമില്ലാത്ത ഒരു ശവശരീരത്തെ സ്വീകരിച്ച് സംസ്കരിച്ചു എന്ന് ഇന്നലെ കേൾക്കും. അപ്പൊ അയാൾ ആര് എന്നുള്ളതല്ല പ്രശ്നം, അത് മനുഷ്യൻ. അതിന് ഇസ്ലാം വിരോധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? ജാതിയും മതവും സംഗതിയൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളായി ഒറ്റ തടവുകാരുമില്ലാത്ത സമയത്താണ് ഖുർആൻ പറഞ്ഞത്, യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. മിസ്കീന്മാർക്കും ഫക്കീറുമാർക്കും ബന്ധനസ്ഥർക്കും ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ തടവുകാരായിട്ടില്ലാത്തപ്പോഴാണ്. അപ്പൊ തടവുകാരായിരിക്കും? നിങ്ങൾ നോക്കൂ, തടവുകാർ എന്ന് പറയുമ്പോൾ പൊതുവിൽ നമ്മളെ മനസ്സെന്താ? ജയിലിലുള്ളൊരുത്തിനെ പറ്റിയിട്ട് അല്ലേ? പക്ഷെ അവർക്കും എന്ത് ചെയ്യണം? നിങ്ങള് ഭക്ഷണം കൊടുക്കണം എന്നാണ്. അപ്പൊ അത് ഈ കാലത്തും എല്ലാ കാലത്തും പ്രസക്തമായ ഒരു സംഗതിയാണ്. പക്ഷേ ഇപ്പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ അനിവാര്യമായിട്ടുള്ള ചില ഉള്ളുകള്ളി രഹസ്യങ്ങൾ ഉണ്ടാവും. അതിപ്പോ നമ്മളെ വീട്ടിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ രണ്ട് വാതിൽ പോരെ പേർക്ക്? കൊലായിക്കൊരു വാതിലും അടുക്കളക്കൊരു വാതിലും. നായി കയറാണ്ടിരിക്കാനാണെങ്കിൽ അത് പോരെ? ഇതെന്തിനാ ഓരോ റൂമിനും വാതില്? അപ്പുറത്തെ റൂമിൽ ശത്രു ആയിട്ടാണ്. ആടെ കയറണ്ടാണ്.
അപ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ടാവും, ഉള്ളുകള്ളികളുണ്ട്. ഇപ്പോ ഇന്ത്യയിലൊരു നിയമം തന്നെ സ്വകാര്യതാ സംരക്ഷണ നയം. ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള റൈറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. ചോദിക്കണം. CCTV ക്യാമറ വെക്കുന്നു, നമ്മളെ സുരക്ഷിതത്വത്തിനാണ്. പക്ഷെ ക്യാമറ ഒളിപ്പിച്ചേക്കരുത് എന്നാണ്. ഇവിടെ ക്യാമറയുണ്ട്. നിങ്ങളുടെ എഴുതി വെച്ചത് അതൊരു പവറിന് എഴുതിയക്കളല്ല. നിയമം, അതായത് നിങ്ങളെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയണം. കുരുത്തക്കേട് ഒരുവിധ ആ ബോർഡ് കണ്ടാൽ തന്നെ ചില വീട്ടിലൊന്നും നായില്ല എന്നാണ് പറയണത്. നായുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡേ ഉള്ളൂ. അപ്പൊ സ്വകാര്യതാ സംരക്ഷണം എന്ന് അതിലാണ് പല വിവാദങ്ങളും ഉണ്ടാകുന്നത്. പല വിവാദങ്ങളും. കാരണം നമ്മുടെയൊക്കെ ഡാറ്റകൾ വേറുള്ളവർക്ക് വിൽക്കുന്നു അല്ലേ? എന്റെ പെങ്ങളെ മോൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ എന്റെ ഫോൺ ഇങ്ങനെ എന്തോ ആവശ്യത്തിന് ചുമരുമേൽ ഇങ്ങനെ വെച്ചു. ഞാനിങ്ങനെ വായിക്കുമ്പോൾ എന്തോ സംഭവം. അപ്പൊ എന്നോടൊന്നും ഇല്ലെങ്കിൽ അതെടുത്ത് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കരുത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാമറ ഓഫാണെങ്കിലും നിങ്ങൾ ക്യാമറ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ ഞാൻ ഒറ്റക്കല്ലേ മുറിയിലുള്ളൂ വിചാരിച്ചിട്ട് ഇതിങ്ങനെ കുത്തുന്നു വെച്ചാൽ, ഞാൻ ഒറ്റക്കല്ല മുറിയിലുള്ളത്. ദുനിയാവിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്തൂടെ എന്നെ കാണുന്നുണ്ട്, കാണേണ്ടവർ കാണുന്നുണ്ട്, എല്ലാവരും അല്ലെങ്കിലും. കാരണം നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു ക്യാമറന്റെ ആപ്ലിക്കേഷൻ ഇതിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മോട് പലതും ചോദിക്കുന്നുണ്ട്. നമ്മളൊരാൾ വായിച്ചു നോക്കില്ല, നമ്മളെന്ത് ചെയ്യല്, ഓക്കെ അല്ലേ, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അത് ഡൗൺലോഡ് ആവൂല. അപ്പൊ നമുക്കത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഓക്കെ. ഈ ഓക്കേന്റെ അകത്ത് പറയണ്ടോ അല്ലെ, നിങ്ങളെ ഫോട്ടോ നമ്മൾ എടുക്കൂട്ടോ, ഓക്കെ, നിങ്ങളെ വീഡിയോ നമ്മൾ എടുക്കൂട്ടോ, ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ എന്തെല്ലാം ചോദിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെല്ലാത്തിനും ഓക്കെ. EMI ലോൺ എടുത്ത് സാധനം വാങ്ങാൻ പോയാൽ നമുക്കൊരു 16 പേജ് തരും. ഇവിടെ ഒപ്പിട്ടുള്ളി, അടപ്പിട്ടുള്ളി. ഈ ഒപ്പിന്റെ ഒക്കെ മുകളിൽ എന്താ എഴുതിയെന്ന് നമ്മളാരും വായിച്ചു നോക്കല്ല. നമ്മൾ എങ്ങനെ പോയാലും കുടുങ്ങാൻ ആവശ്യമുള്ളതൊക്കെ പോലെ ആദ്യം തന്നെ എഴുതി വെച്ചു. അപ്പൊ ഇത് സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു ക്യാമറയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നതിന് ശേഷം ഫേസ്ബുക്ക് തുറന്നാൽ ക്യാമറയുടെ പരസ്യങ്ങൾ വരുന്നു. അപ്പൊ അത് ഓണല്ലെങ്കിലും എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ സ്വകാര്യത വ്യക്തിക്കുണ്ട്, കുടുംബത്തിനുണ്ട്, സമൂഹത്തിനുണ്ട്, രാഷ്ട്രത്തിനുണ്ട്. സ്വകാര്യത ഉണ്ട്. നമുക്ക് ആഭ്യന്തര വകുപ്പില്ലേ? ഇതിന് ആഭ്യന്തര വകുപ്പ് എന്ന് പറയാൻ പറ്റൂലല്ലോ. എല്ലാം തുറന്നു പറയും. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു, പോയി കണ്ട ചില സംഗതികൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മക്ക് അറിഞ്ഞുകൂടാത്ത എന്തെല്ലോ മുമ്പ് കണ്ടുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാര് വിവരം കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ അതേപോലെ നമ്മളുടെ പ്രതിരോധ വകുപ്പിലെ പ്രതിരോധ വകുപ്പിന്റെ അടുത്ത് പല ജാതി രഹസ്യങ്ങളും ഉണ്ടാവും. അങ്ങനെ പല സംഗതികളും ഉണ്ട്. നമ്മളെ രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ മരിക്കണവരെ അയാൾ ചെയ്യാൻ പാടില്ലാത്ത, ഏറ്റെടുക്കാൻ പാടില്ലാത്ത പല ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. വെളിപ്പെടുത്തുന്നതല്ല. അപ്പൊ വെളിപ്പെടുത്തണം എന്ന് പറയാൻ പാടില്ല. ഇത് ജനാധിപത്യല്ലേ, വെളിപ്പെടുത്തണ്ടെന്ന് ചോദിക്കാൻ പറ്റൂ. ഇനി പോട്ടെ, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമത്തിൽ പെടാത്ത ചില സാധനം ഉണ്ട്. ആ സംഗതികൾ പിന്നെ അപേക്ഷ കിട്ടൂല. ഈ സാധനം നിങ്ങൾ അവർക്ക് കൊടുക്കരുത് എന്നാണ് ഈ പറഞ്ഞത്. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രത്തോട് അള്ളാഹു പറയാണ്, നിങ്ങളും അവരും തമ്മിലുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ടോ, പണ്ട് പുരാതന കാലം മുതലേ നിങ്ങൾ അവരോട് ഉള്ള സൗഹൃദം വെച്ചുകൊണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്നവരായി അവരെ സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? ഒരു നിർത്തേണ്ട അടുത്ത് നിർത്തണം. അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് കണ്ടോ, മുസ്ലിങ്ങൾക്ക് ആരോടും സൗഹൃദം പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ഒരു സൊസൈറ്റി എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രം എന്നുള്ള നിലയിലും നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മുമ്പാകെ എന്ത് ചെയ്യാൻ പാടില്ല,
തുറന്നു കൊടുക്കാൻ പാടില്ല. അപ്പൊ പല സംഗതികളും ഉണ്ടാവും, സൈനിക നീക്കങ്ങൾ ഉണ്ടാകും, പലതരം കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ വെളിച്ചത്താകുന്നതോടുകൂടി പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റൂല, നടപ്പിലാക്കാൻ പറ്റൂല. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടേതായി സൂക്ഷിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് വലിയൊരു അബദ്ധം സംഭവിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് വിപത്ത് വരുത്തുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ടാക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അവർ കളയൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. അവരിഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ്. നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് അവർക്ക് ഇഷ്ടം. അത് അവരുടെ നാവ് കൊണ്ട്, വായ കൊണ്ട് തന്നെ വെളിവായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ. എന്തല്ല പറയണവര്, എന്നാൽ ആ പറയുന്നതിനേക്കാൾ വലുതാണ് അവരുള്ളിൽ ഒളിച്ചു വെക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇത്രത്തോളം എന്താന്ന് നമുക്ക് അധികം മനസ്സിലായില്ലേനു ആദ്യമൊക്കെ. ഇപ്പൊ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരാള് അപകടത്തിൽ മരിച്ചാൽ പോലും അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും അല്ലേ? ഇപ്പൊ അടുത്ത് ഏതൊരു കുട്ടി മരിച്ചപ്പോ, എന്തിനാ മരിച്ച കുട്ടി? ഒരു കുട്ടി മരിച്ചപ്പോ അടിയില് ഒരു കുട്ടി മരിച്ചപ്പോ പറഞ്ഞല്ലോ, പന്നിപ്പേറ് പോലെ ധാരാളം പെറ്റുകൂട്ടിയിട്ടുണ്ടാവും. അപ്പോ അതന്നെ എല്ലാറ്റിനെയും നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ. അപ്പോ അള്ളാഹു പറയാണ്, പറഞ്ഞതന്നെ ഭീകരാണ്, എന്നാ അവരുടെ വായ കൊണ്ട് തന്നെ വെളിവാക്കപ്പെട്ടതിനേക്കാൾ അക്ബറാണ് ഉള്ളിലുള്ളത്. അപ്പൊ നിങ്ങള് നല്ലവരായതുകൊണ്ട്, നിഷ്കളങ്കരായതുകൊണ്ട്, പാവങ്ങളായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുപോലെ കാണരുത്. നിങ്ങൾ അവരോട് എന്താ ചെയ്യേണ്ടത് അവിടെ പറയണ്ടേ? ഹാ അൻതും, അല്ലയോ കൂട്ടരെ, ഉലായി തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, വലാ യുഹിബ്ബൂനക്കും, എന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. വതുക്മിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നു, ബിൽ കിതാബി കുല്ലിഹി, എല്ലാ വേദങ്ങളിലും, പക്ഷെ അവര് എല്ലാത്തിലും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ജൂതന്മാരെ സംബന്ധിച്ച് അവര് തൗറാത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ ഖുറാനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ തൗറാത്തിലും വിശ്വസിക്കുന്നു, ഖുറാനിലും വിശ്വസിക്കുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഓരോടല്ലേ ദേഷ്യം പിടിക്കേണ്ടി? ഞങ്ങൾ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട്, ഓലെല്ലാത്തിലും വിശ്വസിക്കില്ല അറിയുമ്പോ. പക്ഷെ നിങ്ങൾ ഓരോട് ദേഷ്യം പിടിക്കല്ല, നിങ്ങൾ ഓരോട് സ്നേഹത്തോടെയാണ് നിൽക്കുന്നത്. പക്ഷെ അവർ നിങ്ങളോട് സ്നേഹത്തിലല്ല നിൽക്കുന്നത്. ഇനി മുനാഫിക്കുകളെ കുറിച്ച് പറയാണ്. ഈ ജൂതന്മാരുമായി ചേർന്ന് നിന്ന് ചാൻസ് കിട്ടിയാൽ മുസ്ലിം സമൂഹത്തെ എതിർക്കാനും തകർക്കാനും മെനക്കെടുന്ന മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു അവിടെ. അവര് ബദറിൽ തന്നെ ഒരു പണി നോക്കി, കഴിഞ്ഞില്ല. ഉഹുദിൽ കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ പരിപാടി എന്താ വെച്ചാൽ, കാലു, അവർ നിങ്ങളെ കാണുമ്പോൾ പറയും, ഇതാ ലഖൂക്കും, നിങ്ങളെ കണ്ടുമുട്ടിയാൽ കാലു അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വൈദാ ഹലൗ, എന്നാ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്ന വൈദാ ഹലൗ ഇലാ ശയാത്തീനിഹിം, ഓലെ ചെറുത്താന്മാരുടെ അടുത്തേക്ക് ഓല് പോയാൽ എന്നാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ അദു അലൈക്കും, നിങ്ങളോടുള്ള അരിശം കൊണ്ട്, കോപം കൊണ്ട് അവർ കടിക്കുന്നു, അൽ അനാമില, വിരലുകൾ, മിനൽ ഗൈദ്, കോപം കാരണം. അതാണ് ഖുൽ, പറയുക, മൂതു, നിങ്ങൾ മരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം നശിച്ചുകൊള്ളുക, ബിഅയ്ദിക്കും, നിങ്ങളുടെ വിദ്വേഷവുമായിട്ട്. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, നെഞ്ചിന്റെ അകത്തുള്ളതൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. ഇൻ തംസസ്കും, ഇനി നിങ്ങൾക്ക് ഉണ്ടായാൽ ഹസനത്തുൻ, ഒരു നന്മ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതൊരു നല്ലതുണ്ടായാൽ തസ്ഉഹും, അത് അവർക്ക് മനപ്രയാസം ഉണ്ടാകും.
എന്തെങ്കിലും നല്ലത് നിങ്ങൾക്ക് ഉണ്ടായാൽ അപ്പോൾ അവർക്ക് എന്താവും, പ്രയാസം ഉണ്ടാവും. അത് നിങ്ങൾ കുട്ടികളുണ്ടായാലും അവർക്ക് വിഷമിക്കും, നിങ്ങൾക്കൊരു കച്ചവടം ഉണ്ടായാലും വിഷമിക്കും, നിങ്ങളൊരു റിലീഫ് നടത്തിയാൽ അവർക്ക് പ്രയാസമായിരിക്കും, നിങ്ങൾ നല്ല നല്ല പള്ളികൾ ഉണ്ടായിക്കണ്ട ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കൂട്ടര് പിന്നാലെ നടക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് നല്ലതുണ്ടായാലും ഓൾക്ക് മനപ്രയാസമായിരിക്കും. ഇനി ഇങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലോ, വൈൻ തുസിബുക്കും സയ്യ, നിങ്ങൾക്കൊരു തിന്മ ഉണ്ടായാൽ യഫ്റഹു ആബിഹ, അപ്പോൾ അവരതില് സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ തന്നെ വേണം എന്ത് ചെയ്യും, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ സന്തോഷിച്ചോളി എന്നല്ല അള്ളാഹ് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നല്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ദോഷം ഉണ്ടായാൽ അവർ സന്തോഷിക്കുന്നു, നിങ്ങൾക്ക് നല്ലതുണ്ടായാൽ അവർക്ക് പ്രയാസം ഉണ്ടാവുന്നു. അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ എന്താക്കണ്ട, അവർക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ദുഃഖിച്ചോളൂ എന്നല്ല അള്ളാഹ് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പറയുന്നത് എന്താണ്, വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണ്, വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ, അതായത് അവർ നിങ്ങളെ ആക്ഷേപിക്കുകയും ശകാരിക്കുകയും നിങ്ങൾക്ക് നല്ലതുണ്ടാകുമ്പോൾ അവര് ദുഃഖിക്കുകയും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വഇൻ തസ്ബിറൂ, നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, സ്വബർ എന്ന് പറഞ്ഞാൽ വെറും ഒരു ക്ഷമയല്ല, അത് ഉറച്ചു നിൽക്കലാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹു പറഞ്ഞു സ്ബിറു വസ്വാബിറു വറാബിതു. യുദ്ധത്തിന് പോകണവൻ ക്ഷമിക്കാൻ എന്തേക്കും, വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുടെ അള്ളാഹ് പറയാണ് അയ്യുല്ലദീന ആമനൂ സ്ബിറു വസ്വാബിറു, നിങ്ങൾ സ്വബറുള്ളവരാവുക. സ്വബറിൽ മറ്റുള്ളവരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുപക്ഷത്തുള്ളവരുടെ സ്വബറിനേക്കാൾ നിങ്ങളുടെ സ്വബർ ഉണ്ടാവണം. അതാണ് സ്വാബിറു. അതിന്റെ അർത്ഥം എന്തായിരിക്കും? സ്വബർ അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യുദ്ധത്തിന് പോണ ആളോടാണ് അള്ളാഹ് പറഞ്ഞത് സ്ബിറു, നിങ്ങൾ സ്വബറുള്ളവരാവുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നിങ്ങൾ ആ പോയ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അവരെല്ലാം കൂടി കണ്ടിട്ട് നിങ്ങൾ എന്താവരുത്, പിന്തിരിഞ്ഞു പോവുകയെ പേടിക്കുകയെ ബേജാറാവുകയെ നിലപാട് മാറ്റൊന്നും ചെയ്യരുത്. നിങ്ങൾ ഉറച്ചു നിൽക്കും. ഇസ്ലാം സമാധാനമാണ്. മറ്റെന്തോ ഒച്ചപ്പാടാക്കി, എന്നാ പിന്നെ ഞാൻ ഒച്ചപ്പാടാക്കട്ടെ വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളെ ലെവലിൽ നിൽക്കണം. അപ്പോ വളരെ കൃത്യമായിട്ട് നമ്മുടെ നിലപാട് പറഞ്ഞുതരാണ്. സ്ബിറു വൈൻ തസ്ബിറു, നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ തഖ്വ കാണിക്കുകയാണെങ്കിൽ, ലാ യദുറുക്കും കൈദുഹും, അവരുടെ കുതന്ത്രം കൊണ്ട് നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയില്ല. ഷൈഅൻ, ഒട്ടും തന്നെ. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, നിശ്ചയമായിട്ടും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ മുഹീത്ത് തന്നെ വലയം ചെയ്യുക, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹ്. നിങ്ങൾ പ്രവർത്തിക്കണം എന്താണെന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വ്യത്യസ്ത ജാതി മത വർഗ സമൂഹങ്ങളോട് നമ്മൾ പുലർത്തേണ്ടുന്ന സംഗതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരൊക്കെ നിങ്ങൾ സേവനം ചെയ്യാം, അവരോട് സൗഹൃദപ്പെടാം, അവരോട് മാന്യമായി പെരുമാറണം. ഖുർആനിൽ വേറെയും ഒരുപാട് സ്ഥലത്ത് അത് വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായി സൂക്ഷിക്കുന്ന ആഭ്യന്തര കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, അവരുമായിട്ട് പങ്കുവെക്കരുത്. അതെന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങളെ ദോഷമായി ബാധിക്കും. കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, അത് നിങ്ങൾ തുടരണം. പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. രണ്ട് സംഗതിയാണ്. നിങ്ങൾ ഓലെ സ്നേഹിക്കേണ്ടത് ഓൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. സ്നേഹിക്കുന്നില്ല എന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഇത് ഹിന്ദുക്കളോട് പെരുമാറിന്റെ വർത്താനല്ല കേട്ടോ ഈ പറയുന്നത്. ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ ഒന്നും ഓല് നിങ്ങളെ സ്നേഹിക്കില്ല എന്നല്ല അള്ളാഹ് പറയണത്. അള്ളാഹ് പറയുന്നത് ശത്രുക്കളെ കുറിച്ചാണ്. ഹിന്ദുക്കളിലുള്ള ശത്രുക്കൾ,
ക്രിസ്ത്യാനികളിലുള്ള ശത്രുക്കൾ, മുസ്ലിങ്ങളിലുള്ള ശത്രുക്കൾ, മുസ്ലിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് രണ്ടാമത്തെ ആയത്ത് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അവർ പറയും എന്ന് പറയുമ്പോൾ അവര് വേറെ മതത്തിലുള്ളവരല്ല. ഞങ്ങൾ മുനാഫിക്കുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? സമുദായത്തിനകത്തുള്ളവരാണ്. ഈ ജാതി മത സമുദായ രീതിയിൽ ഖുർആൻ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നില്ല. ആശയം ആദർശം എന്ന നിലയിലേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അത് തമ്മിൽ നമുക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളും അബദ്ധത്തിൽ പെടും, നമ്മളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നവരും അബദ്ധത്തിൽ പെടും. അപ്പോ സമുദായം എന്ന നിലക്കല്ല, നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. ചില ആൾക്കാരുണ്ട്, ഞാൻ വളരെ ലിബറലാണ് എന്നും പറഞ്ഞിട്ട് ആളും തരമൊന്നും നോക്കാതെ അങ്ങനെ ആവരുത് എന്നാണല്ലോ പറയുന്നത്. ആളെയും തരമൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ സേവനം ചെയ്യാം, സ്നേഹിക്കാം, ഭക്ഷണം കൊടുക്കാം, സൽക്കാരം സ്വീകരിക്കാം, ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ സലാം അടക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ആളെ അറിയണം, ആരാണ് എന്താണ് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല, നിങ്ങൾ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ മാറും. അങ്ങനെ മാറാൻ തന്നെയാണ് വേണ്ടത്. മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മാറുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്നവരായി അവരെ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഖുർആനിൽ നിന്ന് മൊത്തം നമുക്ക് മനസ്സിലാവുന്നത്, പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നത് വളരെ ഭദ്രമായ സുരക്ഷിതമായ ഒരു സൊസൈറ്റി എങ്ങനെയായിരിക്കണം എന്ന പാഠമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അല്ലാണ്ട് ഇതൊന്നും വ്യക്തിപരമായ കാര്യമല്ലല്ലോ. സാധാരണ ആളുകൾ പറയാറില്ലേ, മതം എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സിലുണ്ടാകേണ്ട ഒരു സാധനമാണ്. എത്ര സ്വകാര്യ ജീവിതത്തിലുള്ള ഇപ്പം ഏതും സ്വീകരിക്കാം. ഇതൊന്നും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല പറയുന്നത്. മനുഷ്യന്മാരോട് പെരുമാറുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഷാവ് അത്ര മതി. ഇനി നമ്മൾ നേരെ ഉഹുദിലേക്ക് ഇറങ്ങാൻ പോകണം അടുത്ത ആഴ്ച. ഒരുങ്ങിയൊക്കെ വന്നോളൂ വേണ്ടിട്ടോ. അടുത്ത ആഴ്ച ഉഹുദാണ്. എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെല്ലാരും വായിച്ചു വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവുകയും. മറ്റുള്ള രീതിയിൽ നിന്നും പാലിക്കണമെന്നൊക്കെയാണ്. ഈ നിരോധനം തമ്മിൽ യാതൊരു വിരോധിക്കുന്നില്ലെന്ന് യാതൊരു വിരോധിക്കുന്നില്ല. രണ്ട് അവസ്ഥകളെ നോക്കാറുള്ളത്. മുസ്ലിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന വിശ്വാസമനസ്ഥിതിയും സ്നേഹഭാവവും അതേപടി ഇങ്ങോട്ട് പഠിപ്പിച്ചല്ല ഈ നിരോധനം. ആ നിരോധനം അവതരിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്ത് ഭയങ്കരമായി മനസ്സിലാക്കണം. ആയത്തിലെ വാചകങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചു നിൽക്കുക. വിശദീകരണമൊന്നും കൂടാതെ തന്നെ അവർ സ്വയം വ്യക്തമാക്കുന്ന ഈ വിഷയം ഇത്രയും ഗൗരവത്തോടു കൂടി വിസ്തരിച്ച് പറഞ്ഞാൽ അള്ളാഹു സത്യവിശ്വാസികളോട് അവസാനം പറഞ്ഞ വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷം അവരുടെ തത്വം നിങ്ങൾക്ക് ഒരു ഊർജവും വരുത്തിയിട്ടില്ല. നിശ്ചയമായും അവർ ഓർക്കുന്നതിന് അള്ളാഹു വരെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ ശരിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിൽ എന്തോ സൗഹൃദപ്പെടാൻ പാടില്ല എന്ന നിലക്കായിട്ട് വ്യാഖ്യാനിക്കരുത്. ചർച്ചയില് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ നിജസ്ഥിതി നമ്മക്കറിയാഞ്ഞാല് അവര് തെറ്റിദ്ധരിപ്പിക്കും. അതാണ് സംഭവം. അതതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ ഖുർആൻ ഇപ്പോ നമ്മളെ ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് നടത്തിയില്ലേ? മൂപ്പര് ഒരു ഖുർആൻ ക്ലാസ്. അപ്പൊ അത് കേട്ടിട്ടാണ് ഒരാൾ ഖുർആൻ പഠിക്കണേ. എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം നമ്മളൊരു ഗൃഹസന്ദർശന പരിപാടിയിൽ സ്ത്രീകൾ പോയപ്പോ ഞങ്ങള് പ്രസംഗമൊക്കെ കേൾക്കലുണ്ട്. കാരണം ആരിത് നോക്കുമ്പോ ആരിഫിന്
ഇസ്ലാമിനെ പറ്റി ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. എന്തൊക്കെ അവസ്ഥ? അപ്പൊ അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നുമില്ലല്ലോ അല്ലേ? ബിഫോർ ടൈമാണ് അല്ലല്ലോ, തുടങ്ങിയൊക്കെ സമയത്ത് തന്നെ. നേരെ വയ്യെനിക്ക് തോന്നുന്നു ഇത് നേരത്തെ തുടങ്ങിയതാണ്. അത് കറക്റ്റാ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എൻ്റെ പരിചയത്തിലൊരു കുട്ടി ഇന്നലെ മത്സ്യം വളർത്തുന്ന കുളത്തിൽ വീണ് മരിച്ചു. 7 വയസ്സുള്ള ഒരു മോൻ, 7 വയസ്സുള്ളൊരു മോന്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കണം, മോൻ മരിച്ചു പറഞ്ഞു. ബേജാറായി. അതെന്താ? മോളെ മോനാണ്. ഇപ്പം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നിട്ടുള്ളൂ. 8 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് അല്ല, ചേന്നമംഗലൂർ കൊടുവള്ളിയിൽ നിന്ന് അങ്ങോട്ട് കെട്ടിച്ചാണ്, താമരശ്ശേരി നിന്ന് അങ്ങോട്ട് കെട്ടിച്ചു. അപ്പോൾ മത്സ്യം വളർത്തുന്ന കുളം ഉണ്ടായി. കുട്ടികളെ കൂടി കളിച്ചതാണ്. പദ്ധതിണ്ടല്ലേ? അപ്പം അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് ഇല്ല, 8 മണിക്ക് കോളേജിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മഴക്കാലത്ത് അങ്ങനെ കുറെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ആവുമ്പോഴാണ് നമുക്കത് കൂടുതൽ അറിയാം. എല്ലാ ദിവസവും പത്രത്തിലുണ്ട്. അള്ളാഹു അത്തരം അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാണ്. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുമാറാണ്. നമ്മുടെ ഇടയിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകും. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകും. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله.